ഹലോ ഡിയർ ഫ്രണ്ട്സ്, മെഡിക്കൽ രംഗത്തെ മുഖ്യധാര മെഡിക്കൽ കോഴ്സുകൾ അല്ലാത്തതും സാമാന്യ ജനത്തിന് അത്ര സുപരിചിതമല്ലാത്തതുമായ മെഡിക്കൽ കോഴ്സുകളെയും പാരാമെഡിക്കൽ കോഴ്സുകളെയും പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന 9ാമത്തെ വീഡിയോയാണ് ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി എന്നുള്ളത്. ബി ഓപ്റ്റം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കോഴ്സ് ഐ കെയർ അഥവാ നേത്രപരിചരണം, വിഷൻ കറക്ഷൻ അഥവാ കാഴ്ച ക്രമീകരണം, മാനേജ്മെന്റ് ഓഫ് വിഷ്വൽ ഡിസോർഡേഴ്സ്, ഒപ്റ്റോമെട്രി പ്രാക്ടീസുകൾ എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ബിരുദ കോഴ്സാണ്. ഇത് ദൃശ്യപ്രശ്നങ്ങൾ കണ്ടെത്തുകയും അവയ്ക്ക് വേണ്ട ചികിത്സകൾ നിർദ്ദേശിക്കാൻ ഒരു ഒപ്റ്റോമോളജിസ്റ്റിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഒരു ബിരുദ കോഴ്സാണ്. ഒപ്റ്റോമെട്രി ആൻഡ് വിഷൻ സയൻസ് എന്നിവയെക്കുറിച്ച് പഠിക്കുകയും ആ സെക്ടറിൽ വേണ്ട റിസർച്ചുകൾ നടത്താനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട പ്രധാന ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ഒപ്റ്റോമെട്രിക് പ്രാക്ടീസുകൾ, വിഷ്വൽ ഇമ്പയർമെൻറ്റ്, ദൃശ്യപ്രശ്നങ്ങളും റിഫ്രാക്റ്റീവ് പിശകുകളും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ട സഹായങ്ങൾ നൽകുക എന്നുള്ളത്, കോണ്ടാക്ട് ലെൻസ് മാനേജ്മെൻറ്റ്, കോണ്ടാക്ട് ലെൻസുകളുടെ ഉപയോഗവും പരിപാലനവും എന്നുള്ളത്, ഓങ്കുലാർ രോഗങ്ങൾ ആയ ഗ്ലൂക്കോമ, കാറ്ററാക്ട് എന്നിവയെ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളത്, വിഷൻ തെറാപ്പി, ദൃശ്യ മാനസിക കഴിവുകൾക്ക് ചികിത്സ നൽകുന്നത് അഥവാ റീഹാബിലിറ്റേഷൻ ഓഫ് വിഷ്വൽ സ്കിൽസ് ഫോർ പേഷ്യൻസ് വിത്ത് സ്പെസിഫിക് വിഷ്വൽ ഡിസ്ഫങ്ഷൻസ്, കമ്മ്യൂണിറ്റി ഒപ്റ്റോമെട്രി അഥവാ സമൂഹ തലത്തിൽ കാഴ്ച പരിചരണം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊമോട്ടിംഗ് വിഷ്വൽ കെയർ അറ്റ് കമ്മ്യൂണിറ്റി ലെവൽ. ഈ കോഴ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ക്ലിനിക്കൽ പരിശീലനവും ഇന്റേൺഷിപ്പും ഉൾപ്പെടെ 4 വർഷത്തെ കോഴ്സാണിത്. ഈ കോഴ്സിന് വേണ്ട യോഗ്യതകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം. ചില സർവകലാശാലകൾ മാത്തമാറ്റിക്സ് അധിക വിഷയമായി അനുവദിക്കുന്നുണ്ട്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ഒപ്റ്റോമെട്രിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിറ്റിംഗ് ആൻഡ് കെയർ ഓഫ് കോണ്ടാക്ട് ലെൻസസ് എന്നിവയാണ്. വിഷൻ കൺസൾട്ടൻറ്റ്, എക്സ്പെർട്ട് അഡ്വൈസ് ടു വിഷ്വൽ ഹെൽത്ത് ആൻഡ് കറക്റ്റീവ് സൊല്യൂഷൻസ് അഥവാ കാഴ്ച ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വിദഗ്ധ ഉപദേശം നൽകുക എന്നുള്ളത്. ഒപ്താൽമിക് ടെക്നീഷ്യൻ അഥവാ ഐ സർജറികളിലും ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറുകളിലും ഒരു ഒപ്താൽമോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ക്ലിനിക്കൽ ഒപ്റ്റോമെട്രിക്സ്, ആശുപത്രികളിലും ദൃശ്യപരിചരണ കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുക എന്നുള്ളത്. അധ്യാപകൻ അല്ലെങ്കിൽ ഗവേഷകൻ, ഒപ്റ്റോമെട്രിയും വിഷൻ സയൻസും വികസിപ്പിക്കുവാൻ വേണ്ട സംഭാവനകൾ നൽകുക എന്നുള്ളത്. ഈ കോഴ്സിൻ്റെ ഘടനയെക്കുറിച്ച് പരിശോധിച്ചാൽ ഒപ്റ്റോമെട്രിയിൽ സമഗ്രമായ അറിവും പ്രായോഗിക പരിശീലനവും നൽകുന്ന ഒരു കോഴ്സായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ദി ഐ, കണ്ണിൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും പഠിക്കുക എന്നുള്ളത്. ഒപ്റ്റോമെട്രിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ടെക്നിക്സ്, ഒപ്റ്റോമെട്രിക് ഉപകരണങ്ങളും സാങ്കേതികവിദ്യയും പഠിക്കുക എന്നുള്ളത്. ഓങ്കുലാർ ഫാർമക്കോളജി, വിഷ്വൽ ഒപ്റ്റിക്സ്, കോണ്ടാക്ട് ലെൻസ് ഫിറ്റിംഗ്സ് ആൻഡ് മാനേജ്മെൻറ്റ്, ബൈനോക്കുലർ വിഷൻ ആൻഡ് ഓർത്തോപ്റ്റിക്സ്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ വിവിധ സർവകലാശാലകൾ വിവിധങ്ങളായ ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് സർവകലാശാലകൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. എങ്കിലും പ്രധാനപ്പെട്ട ഇലക്റ്റീവ് സബ്ജക്റ്റുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. ലോ വിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അഡ്വാൻസ്ഡ് കോണ്ടാക്ട് ലെൻസ് ടെക്നോളജി, കമ്മ്യൂണിറ്റി ഐ കെയർ എന്നിവയാണ് പ്രധാനപ്പെട്ട ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ. ഇതുകൂടാതെ റിഫ്രാക്ഷൻ, കോണ്ടാക്ട് ലെൻസ് ഫിറ്റിംഗ്സ്, ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ എന്നിവയിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കും. ഇതുകൂടാതെ ആശുപത്രികളിലും ഒപ്റ്റോമെട്രി ക്ലിനിക്കുകളിലും 1 വർഷത്തെ ക്ലിനിക്കൽ ഇന്റേൺഷിപ്പും ചെയ്യേണ്ടതായിട്ട് വരും. ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന പ്രധാന വിദേശ സർവകലാശാലകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് ഓസ്ട്രേലിയ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. കൂടാതെ ഡീക്കിൻ യൂണിവേഴ്സിറ്റിയും ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. കോഴ്സിൻ്റെ ദൈർഘ്യം 4 വർഷമാണ്. 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം. ലാംഗ്വേജ് പ്രൊഫഷൻസി സ്കോറായ IELTS മിനിമം 7 പോയിന്റ് സ്കോറെങ്കിലും നേടിയിരിക്കണം. കൂടാതെ ഓൺലൈൻ എലിജിബിലിറ്റി ടെസ്റ്റും ഇൻ്റർവ്യൂവും പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഇനി സ്റ്റഡി ഡെസ്റ്റിനേഷൻ UK ആണെന്നുണ്ടെങ്കിൽ കാർഡിഫ് യൂണിവേഴ്സിറ്റി UK ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ എന്നിവയും ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. കോഴ്സിൻ്റെ ദൈർഘ്യം 4 വർഷമാണ്. 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം. IELTS മിനിമം 6.5 സ്കോറെങ്കിലും നേടിയിരിക്കണം. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ കാനഡയാണെന്നുണ്ടെങ്കിൽ വാട്ടർലൂ യൂണിവേഴ്സിറ്റി കാനഡ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. കോഴ്സിൻ്റെ ദൈർഘ്യം 4 വർഷമാണ്. ഈ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി,
ന്യൂസിലാൻഡ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. കോഴ്സിൻ്റെ ദൈർഘ്യം 4 വർഷമാണ്. 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം. IELTSന് മിനിമം 7 പോയിന്റ് സ്കോറെങ്കിലും നേടിയിരിക്കണം. കൂടാതെ നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ലാറ്റ്വിയ, മ്യൂണിക് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ഇൻ ജർമ്മനി, സ്പെയിനിലെ യൂണിവേഴ്സിറ്റാറ്റ് പോളിടെക്നിക്ക ദി കാറ്റലൂനിയ ഇൻ ബാഴ്സലോണയും ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ 30,000 to 45,000 ഓസ്ട്രേലിയൻ ഡോളർ ആയിരിക്കും കോഴ്സിൻ്റെ ആനുവൽ കോഴ്സ് ഫീ ആയി വരിക. സ്റ്റഡി ഡെസ്റ്റിനേഷൻ UK ആണെന്നുണ്ടെങ്കിൽ 15,000 to 25,000 ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും ആനുവൽ കോഴ്സ് ഫീ ആയി വരിക. സ്റ്റഡി ഡെസ്റ്റിനേഷൻ കാനഡ ആണെന്നുണ്ടെങ്കിൽ 25,000 to 40,000 കനേഡിയൻ ഡോളർ ആയിരിക്കും ആനുവൽ കോഴ്സ് ഫീ ആയി വരിക. ഈ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിൽ 30,000 to 50,000 ന്യൂസിലാൻഡ് ഡോളർ ആയിരിക്കും ആനുവൽ കോഴ്സ് ഫീ ആയി വരിക. ഇതുകൂടാതെ ഓരോ രാജ്യത്തെയും ലിവിംഗ് കോസ്റ്റ് അനുസരിച്ച് നമ്മുടെ ലിവിംഗ് എക്സ്പെൻസിലും വ്യത്യാസങ്ങൾ വരാം. കൂടാതെ ധാരാളം യൂണിവേഴ്സിറ്റികളും രാജ്യങ്ങളും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് സ്കോളർഷിപ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയ അവാർഡ് സ്കോളർഷിപ്പ് എന്ന പേരിൽ ഓസ്ട്രേലിയയും, കോമൺവെൽത്ത് സ്കോളർഷിപ്പ് എന്ന പേരിൽ UKയും, 1 ഇയർ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് എന്ന പേരിൽ കാനഡയും, ന്യൂസിലാൻഡ് എക്സലൻസ് അവാർഡ് സ്കോളർഷിപ്പ് എന്ന പേരിൽ ന്യൂസിലാൻഡും സ്കോളർഷിപ്പുകൾ ഓഫർ ചെയ്യുന്നു. ഇതുപോലെ വിദ്യാഭ്യാസ രംഗത്തും കരിയർ ഗ്രോത്തിന് സഹായകമാകുന്ന വിവരങ്ങൾ അടങ്ങുന്നതുമായ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ പുതുതായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഇതോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരത്തേക്കും ഗുഡ് ബൈ. താങ്ക് യു.